പ്രാർത്ഥിച്ച് സഹായിച്ച അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിയാൽ ഇന്ന് നമ്മുടെ മധ്യേ പാസ്റ്റർ സിബി അവറുകൾ ട്രിവാൻഡ്രം ജീസസ് ഹീൽ ചർച്ചിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചികിത്സയോടുള്ള ബന്ധത്തിൽ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് പാസ്റ്ററുമായി കാണുവാനും അവിടെയുള്ള ചർച്ചുമായി കൂട്ടായ്മ ആചരിക്കുവാനും വലിയൊരു അവസരം തന്നു. അനുഗ്രഹീതമായൊരു കൂട്ടമാണ് ആ ചർച്ചിലുള്ളത്. വിശിഷ്യ കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷകൾ ചെയ്തു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പല പ്രാവശ്യം വന്ന് താൻ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വിശദമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ല. മുന്നോട്ടുള്ള സമയം 7 മണി വരെയുള്ള സമയം കർത്താവിൻ്റെ ദാസന് വേണ്ടി നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മധ്യേ വീഡിയോ ഓൺ ചെയ്യുവാൻ പറ്റുന്നവരെല്ലാവരും ദയവായിട്ട് വീഡിയോ ഓൺ ചെയ്യണം. ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന് നമ്മളെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ദയവായിട്ട് വീഡിയോ ഓൺ ചെയ്യുവാൻ കഴിയുന്നവരെല്ലാവരും വീഡിയോ ഓൺ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓവർ ടു പാസ്റ്റർ സിബി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ വളരെ സന്തോഷത്തോടുകൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെ സഹായിച്ച വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ മുമ്പ് ഒരു 1-2 വട്ടം നിങ്ങളെ ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു വരുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇന്ന് പകലും കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ആരോഗ്യത്തോടും ബലത്തോടും കർത്താവ് നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത സാക്ഷ്യത്തിനായി, അത്ഭുത വിടുതലിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ പ്രഭാതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ രാജ്യങ്ങൾക്ക് വേണ്ടി, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത കാണിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ലോകം കണ്ടില്ലെങ്കിലും സ്വർഗത്തെ ദൈവം നമ്മെല്ലാവരെ കാണുന്നുണ്ട്. പലയിടങ്ങളിലായിരിക്കാം നമ്മൾ ആയിരിക്കുന്നത്, പല ഭവനങ്ങളിൽ, പല ദേശങ്ങളിലായിരിക്കാം. എന്നാൽ ഒരു മനസ്സോടെ ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനുള്ള അവസരങ്ങൾ ദൈവം നൽകുന്നതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നെ കൂടുതലായി പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റർ ഒരു വാക്കിൽ പരിചയപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, യുദ്ധങ്ങളെ, യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോകരുത്. ആമേൻ. കാരണം ഈ ലോകത്തിലുള്ള മനുഷ്യർ പലപ്പോഴും എല്ലാവരും ഭയപ്പെടും, ഭാരപ്പെടും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭയം അല്ല ഇതിന്റെ മുൻപിൽ കടന്നു വരുന്നത്. പ്രത്യേകിച്ചും ഇത് വരുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം നമ്മെ അറിയിച്ചതുകൊണ്ട് ഇതെല്ലാം ഈ നോവിന്റെ ആരംഭമാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ലോകത്തിന്റെ അവസാനം എപ്പോഴായിരിക്കും? കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായിട്ട് കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇതെല്ലാം. അതിൽ ലോകാവസാനത്തിന്റെ ലക്ഷണത്തിൽ കടന്നു വരുന്ന ഒന്നാണ് ഭൂകമ്പം ഉണ്ടാകും, പലവിധമായ രോഗങ്ങൾ ഉണ്ടാകും, യുദ്ധങ്ങളും യുദ്ധശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും എന്നൊക്കെ ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ യേശുവിന്റെ വരവിന്റെ ലക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനമായ 2 കാര്യങ്ങൾ ദൈവത്തിന്റെ സഭയ്ക്കകത്ത് നടക്കുന്നത്. ഒന്ന്, അധർമ്മം പെരുകുകയും സ്നേഹം തണുക്കുകയും ചെയ്യും. 2, ആ കാലത്ത് നിങ്ങൾ വിശ്വാസം കണ്ടെത്തുമോ? ഈ 2 കാര്യങ്ങൾ നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ ഓർക്കണം, കർത്താവിന്റെ വരവ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി എന്നുള്ള കാര്യം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, ഈ ദിവസങ്ങളിൽ ഒത്തിരി സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഒരുങ്ങുവാനുമുള്ള സമയം മാത്രമാണ് ദൈവം നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നത്.
അതിനുവേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. വേഗത്തിൽ ഒരു തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. സഭാപ്രസംഗി 11-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയില്ല. കാറ്റിനെ വിതയ്ക്കുന്നവൻ കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയില്ല. കാറ്റിനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിതയ്ക്കുവാൻ തന്റെ മനസ്സ് അനുവദിക്കുകയില്ല. 2, മേഘങ്ങളെ നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും മഴ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അവൻ കൊയ്യുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ഏതൊരു തടസ്സങ്ങളും കടന്നു വരുമ്പോൾ ആ തടസ്സങ്ങൾ നോക്കി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പല നിലയിൽ നമുക്ക് എന്ത് തടസ്സം വേണമെങ്കിലും പറയുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടെന്നാൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് വിതയ്ക്കുവാനോ കൊയ്യുവാനോ അവൻ സാധ്യമാകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ ബൈബിളിൽ ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാറ്റുകളെ കുറിച്ച്, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച്, അതിന്റെ പേരുകളെ കുറിച്ച്, അതിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം പറയാൻ സാധ്യമല്ലെങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ബൈബിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 58 പ്രാവശ്യത്തോളം കാറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ. അതിന്റെ പ്രത്യേകതയിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നത്: എവിടെ നിന്ന് വരുന്നു എന്ന് അറിയുന്നില്ല, എങ്ങോട്ട് പോകുന്നു എന്ന് നാം അറിയുന്നില്ല. കാറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല, ഇത് എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളത് അറിയുന്നില്ല എന്ന് തിരുവചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. 2-ാമത്തെ പ്രത്യേകത പറയുന്നത് ഈ കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല, പക്ഷേ ഈ കാറ്റ് നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയും. 3-ാമത്തെ കാര്യം യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: എന്നാൽ ദൈവം കാറ്റിനെ തൂക്കി നോക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കാറ്റിനെ തൂക്കി നോക്കുന്നു, ദൈവം കാറ്റിനെ തൂക്കി നോക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതിനുശേഷമാണ് കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നത്. കാറ്റിനെ തൂക്കി നോക്കാൻ കഴിയുമെന്നും ഈ എയർ മുഖാന്തരം ലിഫ്റ്റ് പൊക്കുവാൻ കഴിയുമെന്നും അങ്ങനെ പല കാര്യങ്ങൾ കാറ്റിലൂടെ അല്ലെങ്കിൽ കാറ്റ് വെച്ച് എയർ വെച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് കാര്യം പിന്നത്തേതിലാണ് കണ്ടുപിടിക്കുവാൻ ഇടയായത്. ഇയ്യോബാണ് അത് ആദ്യം തന്നെ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് കാറ്റടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കാറ്റടിക്കാം, അതിന്റെ പേരുകളും സ്വഭാവങ്ങളും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 1, മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു സംഭവത്തെ കുറിച്ച് കാണുവാൻ കഴിയും. ഗലീല കടലിൽ വെച്ച് കർത്താവ് തിബരിയാസ് കടലിൽ എന്നൊക്കെ പറയും, അവിടെ വെച്ച് കർത്താവ് ദൈവജനത്തോട് സംസാരിക്കുകയാണ്. സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കർത്താവായ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. അങ്ങനെ അക്കരയ്ക്ക് പോകാൻ ധൃതിപ്പെട്ട് എന്തോ ഒരു അത്യാവശ്യ കാര്യമായി യേശു കർത്താവ് ശിഷ്യന്മാരുമായി അക്കരെ പോകാം എന്നുള്ള വലിയ നിയോഗത്തോടുകൂടെ അക്കരയ്ക്ക് യേശു ശിഷ്യന്മാരും കടന്നു പോവുകയാണ്. കടന്നു പോകുന്ന സമയത്ത് അവിടെ വായിക്കുന്നുണ്ട്, അവർ കടൽ മധ്യേ കടന്നു വന്ന സമയം. അവിടെ മർക്കോസ് സുവിശേഷം 4:37 പറയുന്നു, അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി, പടകിൽ തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അപ്പൊ 1-ാമത്തെ കാറ്റിന്റെ പേരെന്ന് പറയുന്നത് ചുഴലിക്കാറ്റ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാറ്റ് കറക്കി അടിക്കുന്ന കാറ്റാണ്. ആ കാറ്റ് തന്റെ യേശു ശിഷ്യന്മാരും കൂടെ കടന്നു പോകുന്ന സമയത്ത് തന്റെ നിയോഗത്തെ തകർത്ത് കളയത്തക്ക നിലയിൽ ചുഴലിക്കാറ്റ് ശത്രു അല്ലെങ്കിൽ പിശാച് അടുപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ അതിന്റെ ഈ പടകിൽ കയറുന്നതിന് മുമ്പ് യേശുവും ശിഷ്യന്മാരും അനേക ജനത്തോട് ശുശ്രൂഷിക്കുകയാണ്. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവിടെ എല്ലാം ചെയ്യുന്നു. ഒരു വലിയ കൂട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ യേശു അക്കരെ പോകാമെന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് യേശു അക്കരെ പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അക്കരെ പോകുന്ന സമയം അവരുടെ വഴിമധ്യേ അങ്ങ് അക്കരെ എത്തിക്കാതിരിക്കുവാനുള്ള പിശാചിന്റെ ഒരു പദ്ധതിയായിരുന്നു ഈ ചുഴലിക്കാറ്റ് അടുപ്പിക്കുന്നത്. നമ്മൾ അത് കാണുവാൻ കഴിയുന്നത് നമ്മൾ ഗദരദേശത്തേക്ക് പോകുന്ന സമയത്ത്
6000 പിശാചുക്കൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നമ്മളെ ദണ്ഡിപ്പിക്കുവാൻ കടന്നു വന്നുപോയി എന്ന് ഈ പിശാച് ചോദിക്കുന്നുണ്ട്. അപ്പോ അവിടെ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്, അവൻ പിശാചിനെ യേശു ശാസിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശാസിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോ അവൻ എവിടെ വെച്ചാണ് കർത്താവായ യേശു ഇതിനു മുമ്പ് ഈ പിശാചിനെ കാണുന്നതിന് മുമ്പ് ശാസിച്ചത്? അത് കാണാൻ കഴിയുന്നത് ഈ ചുഴലിക്കാറ്റ് അടുപ്പിക്കുന്ന സമയത്ത് ഈ പിന്നെ ഇവിടെ പറയുന്നത് യേശു കൽപ്പിച്ചിരുന്നു. അപ്പോ ഈ ചുഴലിക്കാറ്റ് അടുപ്പിക്കുന്ന സമയം സമുദ്രമധ്യേ വെച്ച് തന്നെ ശിഷ്യന്മാരെല്ലാം മരണഭീതിയിലായി. അവർ ഈ പടകിലടിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ പടകിലടിക്കുന്ന കാറ്റ്, അതിന് വിരുദ്ധമായിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവര് പ്രതികരിക്കാൻ തുടങ്ങി. അവർ വെള്ളം വീണ ആ വെള്ളമെല്ലാം തിരിച്ച് ഈ പടകിൽ നിന്ന് തിരിച്ചൊഴിക്കുവാനായിട്ട് തുടങ്ങി. കാറ്റിന്റെ ഗതിയെ മാറ്റുവാനുള്ള ശ്രമം നടത്തുവാൻ തുടങ്ങി. അവസാനം അവിടെ പരിശ്രമങ്ങളെല്ലാം വിഫലമായി എന്ന് കണ്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം മരണഭീതിയിലായി. ഇനി മരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് ശിഷ്യന്മാർക്ക് തോന്നി. ഉടൻ തന്നെ കർത്താവ് അമരത്ത് തലയണ വെച്ച് കിടക്കുകയായിരുന്നു. ഉടനെ യേശുവിനെ വിളിച്ചുണർത്തി. യേശു എഴുന്നേറ്റ ഉടനെ ആദ്യം ശാസിച്ചത് കാറ്റിനെയോ കടലിനെയോ അല്ല. യേശു ശാസിച്ചത് ശിഷ്യന്മാരെയാണ്. ഇത്രമാത്രം ഭീതിപ്പെടുവാൻ നിങ്ങളുടെ വിശ്വാസം പൊയ്പോയോ എന്ന് കർത്താവ് ചോദിച്ചുകൊണ്ട് ആദ്യം കാറ്റിനെ ശാസിച്ചു, പിന്നെ കടലിനോട് ശാന്തമാകുവാൻ കൽപ്പിച്ചു. രണ്ടും ഇതിനകത്ത് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഇതിനകത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ എല്ലാം വരുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് കടലിനെ ആയിരിക്കും. നമ്മൾ കണ്ടുവരുന്ന വെള്ളത്തെയായിരിക്കും. ആ വെള്ളമാണ് ഈ പടകിനെ മുക്കുമാറാക്കുവാനായിട്ട് നിൽക്കുന്നത്. ഇരച്ചു കലങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതിനെ തള്ളിക്കയറിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഈ കടലാണ്, അല്ലെങ്കിൽ വെള്ളമാണ്. എന്നാൽ അതിനോടാണ് ശിഷ്യന്മാർ മുഴുവനും പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ശിഷ്യന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യേശു എഴുന്നേറ്റപ്പോൾ കടലിനെയോ അല്ലെങ്കിൽ വെള്ളത്തെയോ തിരമാലകളെ അല്ല യേശു ശാസിച്ചത്, അതിന്റെ പിന്നിലുള്ള കാറ്റിനെയാണ് യേശു ശാസിച്ചത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനെ ശാസിക്കുമ്പോൾ അതിന് വിരോധമായി നിൽക്കുന്ന, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് അതിനോട് പൊരുതുമ്പോൾ നമ്മൾ നഗ്നനേത്രം കൊണ്ട് കാണുന്ന പലതും നമ്മെ വിട്ട് മാറിപ്പോകുവാനായിട്ട് ഇടയാകും. ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഏതെങ്കിലും വ്യക്തികൾ നമുക്ക് വിരോധമായി സംസാരിക്കുന്നതോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കടന്നു വരുന്നതെല്ലാം നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രതികരിക്കുന്നത് വന്നു നിൽക്കുന്ന വ്യക്തിയോടായിരിക്കാം. ചില രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കുന്നതെല്ലാം ഈ രോഗത്തോടുള്ള ബന്ധപ്പെട്ട വിഷയത്തോടായിരിക്കും നമ്മൾ ചികിത്സിക്കുന്നതും അത് നോക്കിക്കാണുന്നതും അതിനെ അനലൈസ് ചെയ്യുന്നതെല്ലാം. എന്നാൽ ഏതൊരു വിഷയത്തിനും പിന്നിൽ ഒരു പിശാചിന്റെ കൈ ഉണ്ടായിരിക്കും. ഏതൊരു വിഷയത്തിന്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലങ്ങളുണ്ട്. അത് ആത്മാവിൽ കണ്ടുകൊണ്ട് അതിനെ നമ്മൾ ശാസിക്കുമ്പോൾ കാരണമായി തീർന്ന പ്രവർത്തികളെല്ലാം പിശാച് എടുത്തു മാറ്റുകയും ദൈവിക വിടുതൽ പ്രാപിച്ച് സുഖത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഇടയാകുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ അവിശ്വാസങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഭീതി, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയമാണ് പലപ്പോഴും നമ്മുടെ മുൻപിലോട്ട് യാത്ര ചെയ്യുവാൻ സമ്മതിക്കാതെ നമ്മുടെ ജീവിതത്തെ ഉലച്ചുകൊണ്ടിരിക്കുന്നത്, കറക്കിക്കൊണ്ടിരിക്കുന്നത്, ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ സമാധാനത്തോടെ എഴുന്നേൽക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിപ്പാൻ കഴിയാതെ, ഏകാഗ്രമായി ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ കഴിയാതെ വണ്ണമുള്ള ചുഴലിക്കാറ്റ് പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരിക്കലും നമ്മൾ എത്തേണ്ട സ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചേരത്തില്ല എന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കും. നമ്മൾ വിശ്വസിക്കും, ഇനി എനിക്ക് മുമ്പോട്ട് യാത്രയില്ല, മുമ്പോട്ട് ജീവിതമില്ല, എനിക്ക് മുമ്പോട്ട് കടന്നു പോകുവാൻ സാധ്യമല്ല. എന്റെ ജീവിതം ഈ നടുക്കടയിൽ തീരുന്നത് പോലെ ഞാൻ അലഞ്ഞു പോകും, ഞാൻ കുഴഞ്ഞു പോകും, ഉലഞ്ഞു പോകും. ഇവിടെ വെച്ച് ഞാൻ കറങ്ങി വീഴും. മുന്നോട്ട് ഇനി പ്രത്യാശയ്ക്കോ വഴിയില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നത് നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന യേശുവിനെ ഒന്ന് ഉണർത്താൻ, നമ്മുടെ
ആത്മീകമായ ജീവിതം ഒന്ന് ഉണർത്തപ്പെട്ടാൽ, നമ്മുടെ വിശ്വാസം ഒന്ന് ഉണർത്തപ്പെട്ടാൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് ഉണർത്തപ്പെട്ടാൽ, ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇതുവരെ കാണാത്ത മേഖലകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറനീക്കി കാണിക്കുകയും അതിനോട് പടപൊരുതുവാനുള്ള ദൈവത്തിന്റെ ആത്മശക്തി നമ്മിലേക്ക് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുകയും അത് മുഖാന്തരം നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്യുന്നു, ഏതിനോട് പൊരുതുന്നു, ഏതിനോട് നമ്മൾ ശാസിക്കുന്നു, അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തെ തിരിക്കുവാനും എത്തേണ്ട മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എത്തിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്നതിന് മാത്രക്കാരെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഭാരപ്പെടും. ഈ പ്രഭാതം കഴിഞ്ഞ ദിവസം പ്രശ്നസങ്കീർണമായ ഒരു ദിവസം ആയിരുന്നു. ആ ദിവസം നമ്മളെ വിട്ട് കടന്നുപോയി. ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് വേണ്ടി തന്നു. എന്തുകൊണ്ടാണ്? ജീവനോടെ നമ്മൾ ആയിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്തൊക്കെ ചെയ്യുവാനുണ്ട്, ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു കാര്യം നമ്മിൽ കൂടെ ചെയ്യുവാൻ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ജീവനോടെ നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നതും ആയുസ്സോടെ ദൈവം നിലനിർത്തിയിരിക്കുന്നതും യാതൊന്നും ബാധിക്കാതെ ഒന്നും തൊടാതെ വണ്ണം ദൈവം നമ്മെ സംരക്ഷിക്കുകയും അതിനുവേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കുകയും ചെയ്തതും. സങ്കീർത്തനക്കാര് പറയുന്നുണ്ട്, ആമേൻ, ഇസ്രായേലിന്റെ പരിപാലകൻ എന്ത് ചെയ്യുന്നില്ല? ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ആമേൻ. ആ ഇസ്രായേലിന്റെ പരിപാലകൻ നാം ഉറങ്ങിയപ്പോഴും നാം മയങ്ങിയപ്പോഴും ഉറങ്ങാതെ മയങ്ങാതെ ഇരുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രാണന് ഹാനി വരാതെ, പ്രാണൻ പിശാച് തൊടാതെ വണ്ണം നമ്മെ ഉണർത്തി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവെ, ഈ പ്രഭാതം കർത്താവ് എനിക്ക് വേണ്ടി തന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എവിടേക്കാണ് പോകേണ്ടത്? ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആർക്കു വേണ്ടിയാണ് ഇടിവിൽ നിൽക്കേണ്ടത്? എന്ത് ഉത്തരവാദിത്വമാണ് കർത്താവ് എന്നെ ഈ പകലിൽ ഏൽപ്പിച്ചിരിക്കുന്നത്? യേശുവിന് പകരമായി ഞാൻ എന്താണ് ഈ പ്രഭാതത്തിൽ, ഈ ദിവസം ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ദൈവത്തിന്റെ പൊന്മുഖത്തേക്ക് നോക്കി തുടങ്ങുന്ന ജീവിതം, ചോദിച്ച് മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കുന്ന നമ്മിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ നമ്മിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുവാനിടയാകും. ഹല്ലേലൂയ. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, രാവിലെ ദൈവത്തിന്റെ മുഖം കണ്ട് ഞാൻ എന്ത് ചെയ്യും? തൃപ്തനാകും. ഹല്ലേലൂയ. വേറൊരു ഭാഗത്ത് പറയുന്നു, സങ്കീർത്തനം 63-1 വാക്യത്തിൽ പറയുന്നത് എന്താണ്? അതിരാവിലെ വിണ്ടുടങ്ങിയ ദേശത്ത് ഞാൻ വെള്ളത്തിനായിട്ടല്ല, ഞാൻ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. 42 സങ്കീർത്തനം 1 വാക്യം പറയുന്നു, മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി ഞാൻ കാംക്ഷിക്കുന്നു, ആത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ ഒരു ദാഹത്തോടെ, ആ ഒരു കാംക്ഷയോടുകൂടെ ദൈവത്തിന്റെ അടുക്കൽ വന്നവരിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്നത്, ദൈവത്തിന്റെ പർപ്പസിനെ വെളിപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വെളിപ്പെടുത്തി നടത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തികൾ പോലുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവത്തിന് ഉത്തരവാദിത്വം ഇല്ലാതെ അവരവരുടെ കാര്യം മാത്രം നോക്കി ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി മാത്രം കർത്താവിനെ വിളിക്കുന്നവർക്ക് വലിയ പ്രതികൂലങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നവർക്ക് വിരോധമായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഒരു വിടുതലിന് വേണ്ടി, ഒരു വലിയ നിയോഗത്തിന് വേണ്ടി ഒരാൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവർക്ക് വിരോധമായി കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കും. ജീവിതത്തിന് വിരോധമായി കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കും. ജീവന് വിരോധമായി കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കും. അല്ലെങ്കിൽ നിയോഗത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കാതിരിക്കാൻ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കും. രണ്ടാമത്, ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുവാനുള്ള കാരണം മറുഭാഗത്ത് നമ്മൾ കാണുന്നു, ഗദരദേശത്ത് കർത്താവ് കാൽപാദം ചവിട്ടുമ്പോൾ തന്നെ പിശാച് ഒന്നടങ്കമായി ഒരുമിച്ച് നിലവിളിച്ച് പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഹല്ലേലൂയ. സമയത്തിനു മുമ്പേ ദണ്ഡിപ്പിക്കുവാൻ കടന്നു വന്നുവോ? പ്രത്യേകിച്ചും ഈ പ്രതികൂലങ്ങൾ ഒന്നുണ്ടായത് നിയോഗത്തിന് വിരോധമായിട്ടാണെങ്കിൽ, രണ്ടാമത് ഈ കൊടുങ്കാറ്റ് അടിച്ചത് അല്ലെങ്കിൽ സമയത്തിനു മുമ്പേ ഒരുവന് ഒരു വ്യക്തിക്ക് വിരോധമായി പിശാച് ഒരു ടാർഗറ്റ് വെച്ചാൽ ആ ടാർഗറ്റിന് ഒരു ടൈം നിശ്ചയമായി ആ പിശാച് വെച്ചിട്ടുണ്ട്. ആ ടൈമിന് മുൻപ് ഒന്നും ഈ കുടുംബത്തിനകത്തോ വ്യക്തിയുടെ ജീവിതത്തിലോ നടക്കാതിരിക്കാൻ വേണ്ടി പിശാച് പരമാവധി ആ വ്യക്തിയെ ആ സ്ഥലത്ത് നിന്ന് തന്നെ മാറ്റിക്കൊണ്ട് എവിടേക്ക് കൊണ്ടുപോകും? പിശാചിന് പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഈ പിശാച് കൊണ്ടുവരും.
കൊണ്ടുവന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് വളരെ നീചമായ പ്രവർത്തികളാണ് പിശാച് തന്നിലൂടെ പ്രവർത്തിക്കുന്നത്. തന്റെ ശരീരം ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു, അവൻ സുബോധത്തെ നഷ്ടപ്പെടുത്തുന്നു, അവന്റെ കിടക്ക മാറ്റി ഹല്ലേലൂയ ഈ കല്ലറയിൽ കൊണ്ട് ആക്കുന്നു, മറ്റുള്ളവരെ ഭീതിപ്പെടുത്തത്തക്ക നിലയിൽ ഒരു മൃഗതുല്യമായി അവന്റെ സ്വഭാവത്തെ മാറ്റുന്നു. അങ്ങനെ പലവിധമായ നിലകളിലാണ് ഈ പിശാച് ഒരു വ്യക്തിയെ പോലും സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രവൃത്തി എന്നുള്ള ഒരു നല്ല ചിത്രം നമുക്ക് ഗദരദേശത്ത് കാണുവാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, ഏറ്റവും അധികം വലിയ തിന്മകൾ കുടികൊള്ളുവാൻ സാധ്യതയുള്ള ഒരൊറ്റ ശരീരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്. അതിൽ നമുക്കറിയാം ലീജിയൻ 6000 എന്നാണ് അതിന്റെ അർത്ഥം. 6000 പിശാചുക്കൾ ഒരൊറ്റ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാണ്? പ്രവേശിച്ച് അവനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശു ശാസിച്ച പിശാചിനെ ഇറക്കി വിടുമ്പോ പന്നികളിൽ കയറുമ്പോ ഈരണ്ട് വെച്ചാണ് പിശാചുക്കൾ പന്നികളിൽ കയറിയപ്പോ എന്താ ചെയ്തത്? ആ പന്നികളെ ഒരൊറ്റ നിമിഷം കൊണ്ട് കൊന്നുകളഞ്ഞു. അപ്പോ ഈ പിശാചിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇവനെ ദണ്ഡിപ്പിച്ച് എന്നേക്കുമായി കൊല്ലുക. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ തന്നെ കൊല്ലണം എന്നുള്ള നിശ്ചയം ഉണ്ടായി ഈ 6000 പേർ ഈ മനുഷ്യന്റെ മേൽ തന്നെ കയറുവാൻ കാരണമായി തീർന്നത്? ഒരൊറ്റ കാര്യം. നമ്മൾ വിചാരിക്കും ആരും അറിയപ്പെടാത്ത ഒരു മനുഷ്യൻ, ആർക്കും പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ, അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും തന്നെ അനുഭവിക്കുവാൻ യേശുവിന്റെ അടുക്കൽ കടന്നു വരാത്ത ഒരു മനുഷ്യൻ എന്ന് നാം ചിന്തിക്കും. എന്നാൽ 100,000 ജനത്തെ വിട്ട് യേശു ഒരൊറ്റ ആളിനെ തെരഞ്ഞ് ഈ ഗദരദേശത്ത് വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരും കാണാത്ത എന്തോ ഒരു പദ്ധതി, എന്തോ ഒരു ദൈവിക പർപ്പസ് ഈ മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് നിക്ഷേപിച്ചിട്ടുണ്ട്. അല്ലാണ്ട് കർത്താവ് ഇത്രയും റിസ്ക് എടുത്ത് ഈ ഗദരദേശത്ത് ശിഷ്യന്മാരെയും കൊണ്ട് ഈ പ്രതികൂലത്തിലൂടെ കടന്നു വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നത്തെ നമ്മൾ കാണുന്നുണ്ട് 10 പട്ടണങ്ങളുടെ സുവിശേഷകനായി 10 പട്ടണങ്ങളുടെ ഉണർവിന് കാരണമായി തീർന്നത് ഈ ലഗ്യോൻ ബാധിച്ച ഈ മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ. ദക്കപ്പൊലി പട്ടണത്തിൽ 10 പട്ടണം എന്നറിയപ്പെടുന്നു. ആ 10 പട്ടണത്തിന്റെയും ഒരു സെൻട്രൽ പാസ്റ്റർ എന്ന നിലയിലും ഉണർവിന്റെ വക്താവ് എന്ന നിലയിലും ഈ വ്യക്തി ആയിത്തീരുവാൻ കാരണം ഹല്ലേലൂയ ഏത് വ്യക്തിയിലാണോ ദൈവിക പദ്ധതി ഉള്ളത്, ആ പദ്ധതി ഉള്ളവന് വിരോധമായിട്ടാണ് പിശാച് ഒരിക്കലും അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ ആ ഒരു ദൗത്യം ചെയ്യുവാൻ അനുവദിക്കാത്ത നിലയിൽ ഒതുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുകയാണ്, അങ്ങനെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ പദ്ധതിയെ തകർത്തുകൊണ്ട് ഉണർവിന് വേണ്ടി ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഏത് പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും, ഏത് ചുഴലിക്കാറ്റ് നമുക്ക് വിരോധമായി വന്നാലും, ഏത് പിശാചുക്കൾ 6000-ൽ കൂടുതൽ കടന്നു വന്നാലും, ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയണം, യേശു വിളിച്ചിട്ടുണ്ടെങ്കിൽ, യേശു ആ ദേശത്ത് കാൽപാദം വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ നിയോഗ, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഒരു പിശാചിനും നമ്മെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ഒരു കൊടുങ്കാറ്റിന് നമ്മളെ വലച്ചു കളയുവാൻ സാധ്യമല്ല. നമ്മുടെ ജീവന് വിരോധമായി പ്രാണന് വിരോധമായിട്ട് പോലും പിശാചിന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ജീവിപ്പിക്കുന്ന കർത്താവ്, ജീവിപ്പിക്കുന്ന ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ മരണത്തെ നീക്കി കൊടുങ്കാറ്റിനെ തകർത്ത് അതിന് വിരോധമായി നിൽക്കുന്ന പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചുകൊണ്ട് ദൈവം എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ച് വെളിപ്പെടേണ്ട ദൈവിക ഉണർവിനെ നമ്മിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്ട്. ഉടാമനബൽ ശംധരാജക തുരഗതരഗതരഗതന ഉടാമനബൽ കൗഡിമാൻ അബധുരഗതന. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ചെയ്യുവാൻ പോവുകയാണ്. പ്രതികൂലങ്ങൾ മറ്റാർക്കും ഇല്ലാത്തതുപോലെ നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, വേറെ ആർക്കുമില്ലാത്തൊരു വിളി നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട്. വേറെ ആർക്കുമില്ലാത്ത കൊടുങ്കാറ്റുകൾ നിങ്ങൾക്ക് വിരോധമായിട്ട് തന്നെ കടന്നു വരുന്നുണ്ടെങ്കിൽ ഓർക്കണം, മറ്റാർക്കുമില്ലാത്തൊരു അഭിഷേകം സ്വർഗത്തിലെ ദൈവം നിങ്ങളിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. വേറെ ആർക്കുമില്ലാത്ത നിരാശകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവിക അധികാരമെന്ന് ഇന്ന് പകൽക്കാലം ഓർക്കണം. ഏത് പ്രതികൂലം, ഏത് കൊടുങ്കാറ്റാണോ നമുക്ക് വിരോധമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇന്ന് പകൽക്കാലം അതിന്മേലുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അത് പിശാചിന്റെ മേലാണെങ്കിലും കൊടുങ്കാറ്റിന്റെ മേലാണെങ്കിലും ഭീതിപ്പെടുത്തുന്ന ഏത് പ്രതികൂലമാണെങ്കിലും ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾക്ക് വിരോധമായി വരുന്ന ഏത് പ്രതികൂലമാണോ അതിന്മേൽ അധികാരം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിരോധമായിട്ട് ആ പ്രതികൂലം തന്നെ വരുന്നത്.
ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും കൊടുങ്കാറ്റിനെ കണ്ടുകൊണ്ട് ജീവിതത്തെ മുഴുവനും കറക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനായ ദൈവമാണ്. ഒരു നിയോഗം നമ്മുടെ അകത്തുണ്ടോ, ഇന്ന് പകൽക്കാലം ആ ഉണർവ് നമ്മിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് ചെയ്തിരിക്കും. വേറെ ആരെയുമല്ല ഏൽപ്പിച്ചിരിക്കുന്നത്. തെക്കുപ്പലി പട്ടണത്തിൽ വേറെ എത്രയോ പേരുണ്ടായിരുന്നു. ഇവൻ അവിടെ വെച്ച് തീർന്നു പോകട്ടെ, അവൻ നശിച്ചു പോകട്ടെ, അവൻ ഭ്രാന്തെടുത്ത് തീർന്നു പോകട്ടെ, അവൻ മാനസിക രോഗിയായിട്ട് എന്നേക്കുമായി അവിടെ വെച്ച് തുലഞ്ഞു പോകട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം ആരാണ്. ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം പ്രത്യേകമായി കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ കല്ലറയിൽ കടന്നാലും അതിൽ നിന്നും പൊക്കിയെടുത്ത് ദൈവത്തിന്റെ ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. ഭീതിപ്പെടുത്തി ഇവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാമെന്ന് ലോകക്കാർ ചിന്തിച്ചിട്ടുണ്ടാകാം, ദേശക്കാർ ചിന്തിച്ചിട്ടുണ്ടാകാം. അതുപോലെ പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ചങ്ങല കൊണ്ട് ബന്ധിക്കുമ്പോഴും ചങ്ങല ഉരുമി പൊട്ടിക്കുവാൻ തുടങ്ങി. അവൻ തന്നെ ദണ്ഡിപ്പിച്ച് ശരീരത്തെ മുഴുവനും മുറിപ്പെടുത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ, അവൻ പ്രാകൃതനായി തീർന്നു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല, ആർക്കും അവനെ നിയന്ത്രിപ്പാൻ കഴിഞ്ഞില്ല, ആർക്കും അവന്റെ ജീവിതത്തെ പരിഹരിപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ നമ്മുടെ കർത്താവിന് മാത്രമേ പരിഹരിപ്പാൻ സാധ്യമായി തീരത്തുള്ളൂ. ഹല്ലേലൂയ. ആർക്കും ചെയ്യുവാൻ കഴിയാത്ത പ്രവർത്തികളെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. ആര് കാണാതെ കിടക്കുന്ന മേഖലകൾ, ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത വിഷയത്തിന്റെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ, നല്ലതുപോലെ മനസ്സിലാക്കുന്ന സ്വർഗത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ അടുക്കൽ വരാതിരിക്കുമോ എന്ന് ഈ ഹല്ലേലൂയ വിഷയത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, 100,000 പേരെ വിട്ടേച്ചാണ് യേശു ഒരൊറ്റ വ്യക്തി തെരഞ്ഞ് എന്ത് ചെയ്യുന്നത്, ഈ കടലിലൂടെ യാത്ര ചെയ്ത് ഈ ഗദരദേശത്തേക്ക് വരുന്നത്. ഇന്ന് പകൽക്കാലം ഒരു നിയോഗം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ആര് കാണാതിരിക്കുമ്പോഴും ഒരൊറ്റ വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നമ്മൾ തകരാൻ ദൈവം അനുവദിക്കത്തില്ല, നമ്മൾ ഉടഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നമ്മൾ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം ഉടഞ്ഞ പാത്രത്തെ പണിയുന്നത് പോലെ തകർന്നവരെ ഉയർത്തുന്ന ദൈവം, അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന കർത്താവ്, നിയോഗത്തെ പിന്നെ പുനഃസ്ഥാപിച്ചുകൊണ്ട് നിർത്തേണ്ട മേഖലയിൽ നിർത്തുവാൻ സ്വർഗത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ എല്ലാ പ്രതികൂലത്തെയും രോഗത്തെയും പ്രതിസന്ധികളെയും കാലങ്ങളായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളെ തകർത്തുകൊണ്ട് കാലങ്ങളായി പരിശ്രമിച്ച് നമ്മുടെ ജീവിതത്തെ ഒതുക്കുവാൻ നിൽക്കുന്ന പിശാചിന്റെ എല്ലാ പദ്ധതികളെയും തകർത്തുകൊണ്ട് നമ്മെ നിർത്തേണ്ട നിലയിൽ ഇതുവരെ 2024 പോലെയല്ല, 2025 അസാധാരണമാകുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിയോഗം തന്ന് അഭിഷേകത്തെ നൽകി, അധികാരത്തെ നൽകി. ഈ കാലഘട്ടത്തിൽ എവിടെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നോ അവിടെ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ടെന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളിലൂടെ കർത്താവ് പ്രൂഫ് ചെയ്യാൻ പോവുകയാണ്, ദൈവം വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതിന്റെ നിയോഗത്തിനു വേണ്ടി നിങ്ങൾ സമർപ്പിക്കുക. ദൈവം തന്നിരിക്കുന്ന അധികാരം എന്താണോ അത് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുക. സാധാരണ ഒരു വിശ്വാസി എന്ന നിലയിലോ ഹല്ലേലൂയ ദൈവത്തിന്റെ ഉത്തരവാദിത്വം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലോ അല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. കർത്താവിന് പകരക്കാരായി ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. കർത്താവ് എന്ത് ചെയ്തോ അതിലെ ഉപരിയായി കർത്താവ് നമ്മിലൂടെ പ്രതീക്ഷിക്കുന്നു. കർത്താവിന്റെ കൈയായി നിൽപ്പാൻ, കർത്താവിന്റെ നാവായി പ്രവർത്തിപ്പാൻ, കർത്താവിന്റെ കണ്ണായി നോക്കിക്കാണുവാൻ, കർത്താവിന്റെ കാലുകളായി നടന്ന് ചൊല്ലുവാൻ, കർത്താവിനെ പോലെ മറ്റുള്ളവരെ അണയ്ക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ നോക്കേണ്ടത് പ്രതികൂലമായ കൊടുങ്കാറ്റിനെ അല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന തിരമാലകളല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ജീവന് വിരോധമായി നിൽക്കുന്ന വെള്ളം നമ്മുടെ പടകിന് നേരെ ഹല്ലേലൂയ തള്ളിക്കയറുന്നതല്ല നമ്മൾ നോക്കേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, കൊടുങ്കാറ്റ് വന്നാലും തള്ളിക്കയറുന്ന വെള്ളം വന്നാലും തിരമാലകൾ വന്നാലും ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ അറിയണം, എന്റെ പടകിനകത്ത് യേശു ഉള്ളിടത്തോളം കാലം ഇതിനൊന്നിനും എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. അതിനെ കീഴ്പ്പെടുത്തുന്ന ഒരുവൻ എന്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:4 പറയുന്നു, ലോകത്തുള്ളവനേക്കാൾ വലിയവൻ അവൻ എന്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് കൊലോസ്യലേഖനം പറയുന്നത്, അവൻ മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു എന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഉറപ്പുള്ളവർ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാതിരിക്കരുത്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ. യേശു നമ്മുടെ പടകിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പടകിന് നേരെ ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റും വിജയിക്കുവാൻ പോകുന്നില്ല. ഒരു പരിധി വരെ നമ്മളെ ഉലയ്ക്കുവാൻ കഴിയുമായിരിക്കും, പക്ഷേ നമ്മുടെ ലക്ഷ്യത്തെ തകർക്കാൻ എത്തേണ്ട സ്ഥലത്ത് നിന്നും നമ്മളെ മാറ്റിക്കൊണ്ടുപോകാൻ ഈ കൊടുങ്കാറ്റിന് സാധ്യമല്ല. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാറ്റ് എന്ന് പറയുന്നത് യോബിന്റെ പുസ്തകത്തിലാണ്. സമയം കഴിയാൻ പോകുന്നു. ജസ്റ്റ് അതൊന്ന് ഓർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, അതുപോലെ തന്നെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും അവിടെ കാണുന്നത് നന്മയ്ക്ക് വിരോധമായി അടിക്കുന്ന ഒരു കൊടുങ്കാറ്റിനെയാണ്. നേരത്തെ വായിച്ചത് നമ്മൾ ചുഴലിക്കാറ്റിനെ ആണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ അടിക്കുന്നത് ഒരു കൊടുങ്കാറ്റാണ്. നമുക്കറിയാം, യോബ് എന്ന് പറയുന്ന ഒരു നല്ല ഭക്തനായ ഒരു മനുഷ്യൻ, ദോഷത്തെ വിട്ടകന്ന ഒരു മനുഷ്യൻ, നല്ല ഭക്തിയുള്ള ഒരു മനുഷ്യൻ. തനിക്ക് 10 മക്കളുണ്ടായിരുന്നു. ആ മക്കൾക്ക് വേണ്ടിയൊക്കെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോരാളിയായിരുന്നു യോബിന്റെ ജീവിതം. ജീവിതത്തിൽ നന്മകൾ ഒത്തിരി അനവധിയായിട്ടുണ്ടായിരുന്നു. ആ നന്മയിലേക്കല്ല നമ്മൾ പലപ്പോഴും ദൈവത്തോട് നന്മയ്ക്ക് വേണ്ടിയിട്ടും അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ഇതെല്ലാം കിട്ടുമ്പോൾ നമ്മൾ തന്ന ദൈവത്തെ അങ്ങ് മറക്കും. ദൈവത്തെങ്കിലേക്കുള്ള നോട്ടം നമ്മൾ മാറി ഈ നന്മയിലേക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ നമ്മൾ നോക്കി അതിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവനും. എന്നാൽ യോബിനെ സംബന്ധിച്ചിടത്തോളം നന്മയിലേക്കോ ദാസിദാസന്മാരിലേക്കോ കപ്പലിലേക്കോ അല്ലെങ്കിൽ ആടുമാടുകളിലേക്കോ ഒട്ടകത്തിലേക്കോ ഒന്നുമല്ല യോബ് നോക്കിയത്. അവിടെ പറയുന്നുണ്ട്, എന്റെ മക്കൾ എപ്പോഴെങ്കിലും ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് ഉണ്ടെങ്കിൽ അവരുടെ പാപത്തിന് തക്കതായ യാഗമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരണമെന്നുള്ള അതിയായ ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഓരോ മാസം ഓരോ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഓരോ മാസത്തിലുള്ള പ്രാർത്ഥനകൾ നടന്നു വന്ന ഒരു മനുഷ്യനാണ് യോബ്. ഭക്തിയുള്ള ഒരു മനുഷ്യൻ, ദോഷം വിട്ടകലുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ, നന്മകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു മനുഷ്യൻ, ആ ദേശത്ത് ഒരു പ്രമാണിയെ പോലെ ജീവിച്ച ഒരു മനുഷ്യൻ, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കുടുംബത്തിന്റെ അംഗമായി നിലകൊണ്ട ഒരു മനുഷ്യൻ. ഒരൊറ്റ നിമിഷം കൊണ്ട് പിശാച് എന്ത് ചെയ്തു? ദൈവസന്നിധി ചെന്ന് യോബിന് വിരോധമായി സംസാരിപ്പാൻ തുടങ്ങി. ഞാൻ ഒത്തിരി ഭയപ്പെടുന്ന സംഭവമാണ് ആ കാര്യം. എന്ന് പറഞ്ഞാല് ദോഷം വിട്ട് ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിച്ച ഒരു മനുഷ്യന് വിരോധമായി പോലും പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ നമുക്ക് വിരോധമായി പിശാച് എത്രമാത്രം ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാകും എന്ന് നാം ചിന്തിക്കണം. ഹല്ലേലൂയ. യോബിന്റെ അത്രയും ക്വാളിറ്റി ഉണ്ടോന്നും നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. അത്രമാത്രമായിരിക്കുമ്പോഴും പിശാച് ആരോപണവുമായി ദൈവസന്നിധിയിൽ ചെന്ന് ചെല്ലുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പിശാച് നമ്മെ നോട്ടം വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. സർവശക്തനാകുന്ന ദൈവം പിശാചിനോട് ചോദിക്കുന്നുണ്ട്, യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുപോ. ഹല്ലേലൂയ. ഓർക്കണം, പിശാച് എന്താണ് ചെയ്യുന്നത്? രാവും പകലും ഉറക്കമില്ലാതെ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? തണുപ്പന്വേഷിച്ച്. നമ്മൾ ഇറക്കിവിട്ട പിശാച് പോയി, ഇനി വരത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഇറക്കിവിട്ട പിശാചുക്കളെല്ലാം എന്താണ് ചെയ്യുന്നത്? ആ വീടും ആ പരിസരവും ആ വ്യക്തികളെയും ചുറ്റിപ്പറ്റി തന്നെയാണ് അവന്റെ നോട്ടം, അവന്റെ ചിന്ത, അവന്റെ യാത്രകളും എല്ലാം നിരീക്ഷണങ്ങളും എല്ലാം. അപ്പോ ആ പിശാച് നോക്കുമ്പോ തണുപ്പന്വേഷിച്ച് വരുമ്പോ തണുപ്പല്ല, ആത്മാവിൽ ചൂട് പിടിച്ചിരിക്കുന്ന കുടുംബങ്ങൾ ആണെങ്കിൽ ഒരിക്കലും ആ പിശാചിന് വീണ്ടും കയറി പ്രവർത്തിപ്പാൻ സാധ്യമല്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? പോയിട്ട് അവനേക്കാൾ ദുഷ്ടതയേറിയ 7 പിന്നെ കൊണ്ടുവരും. 7 കൊണ്ടുവരുമ്പോഴും നമ്മൾ പിന്നെയും ചൂട് പിടിച്ച് തീയാൽ അഭിഷേകത്തിന്റെ തീയാൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ പൊന്നു ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ പരിസരത്ത് പോലും അവന് അടുക്കുവാൻ സാധ്യമല്ല. എവിടെയാണോ നമ്മൾ ആത്മാവിൽ തണുപ്പ് ബാധിക്കുന്നത്, പ്രാർത്ഥനയിൽ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ, ദൈവവചന ധ്യാനത്തിൽ നമ്മൾ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഉപവാസത്തിൽ നമ്മൾ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ, ദൈവിക വെളിപ്പാടിൽ നമ്മൾ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ, ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മൾ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ, ദുഷ്ടതയേറിയ 7 പിശാചുക്കൾ നമ്മുടെ ഭവനത്തിൽ കയറിയാൽ
ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, നമ്മുടെ അവസ്ഥ പിന്നത്തേതിലും വളരെ മോശമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം ആവർത്തന പുസ്തകം 28:7 പറയുന്നു, അവൻ ഒരു വഴിയായി കടന്നു വരും. അവൻ 7 ദുഷ്ടതയേറിയവനെ കൊണ്ട് വന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ 7 വഴിയായി ഓടിപ്പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 7 വഴിയായി അവർ ഓടിപ്പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പത്രോസ് ലേഖനത്തിൽ പറയുന്നത് എന്താണ്? അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് വെച്ച് അവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ ചുറ്റി സഞ്ചരിച്ചിട്ടാണ് ഈ പിശാച് ആരുടെ അടുക്കൽ പോകുന്നത്? ദൈവസന്നിധി ചെന്നിട്ട് ഇയ്യോബിന്റെ കുറ്റങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകം 12-ാം തീയതി പറയുന്നുണ്ട്, രാപ്പകൽ സഹോദരങ്ങളെ അപവാദം ചുമത്തുന്ന പഴയ പാമ്പായിരിക്കുന്ന സാത്താനെ ഹല്ലേലൂയ ചങ്ങലക്കിടുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ അവനെ ചങ്ങലക്കിടുന്നത് വരെ അവന്റെ ജോലി എന്താണ്? സഹോദരങ്ങൾക്ക് വിരോധമായി അപവാദം പറഞ്ഞുണ്ടാക്കുക, വിരോധിയായി നിൽക്കുക, അവന്റെ നന്മകളെ തകർക്കുക, അവന്റെ പ്രൊട്ടക്ഷനെ എന്നേക്കുമായി ഇല്ലാതാക്കുക, അവന്റെ ആത്മീക ജീവിതത്തിന്റെ പ്രാർത്ഥന ഉത്സാഹത്തെ തകർക്കുക. വേറൊന്നും അവന് ചെയ്യാനില്ല. ഹല്ലേലൂയ. ഇത് ചെയ്യുമ്പോ ബാക്കി എല്ലാം തകരും. നമ്മുടെ വിശ്വാസം തകർക്കുമ്പോ, നമ്മുടെ പ്രാർത്ഥന ജീവിതം തകർക്കുമ്പോ, ദൈവത്തോടുള്ള നോട്ടം, സ്നേഹം, ഇതെല്ലാം പിശാച് തകർത്താൽ നമുക്കുള്ളതെല്ലാം തകരും. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകരാൻ സാധ്യതകൾ കൂടുതലാണ്. നമ്മുടെ പ്രാർത്ഥന പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. ആ പ്രാർത്ഥന വലയത്തിനകത്ത് നമ്മൾ ആയിരിക്കും തോറും നമ്മൾ സുരക്ഷിതരാണ്. ആ വലയം പൊട്ടുമ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിന് നേരെ എത്രമാത്രം കളിക്കും എന്നുള്ളത് ഇയ്യോബിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ ഒരു ചിത്രമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു. ഓരോ ദിവസമായി ഓരോന്ന് തകർത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഈ വലിയൊരു കൊടുങ്കാറ്റ് വന്നപ്പോ പിശാച് പറയുന്ന ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ ഒത്തിരി സന്തോഷം തോന്നി. ഒന്ന്, ഇയ്യോബിന് ചുറ്റും കർത്താവ് വേലി കെട്ടിയിരുന്നു. 2, ഇയ്യോബിന്റെ നന്മയ്ക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിരുന്നു. 3, ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും സ്വർഗത്തിലെ ദൈവം വേലി കെട്ടിയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഏതൊരു ഭക്തന്റെയും ഏതൊരു കുടുംബത്തിന്റെയും ജീവിതത്തിൽ നമ്മൾ മറയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സംരക്ഷിപ്പാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്, നമ്മുടെ ഭവനത്തിന് ചുറ്റും സ്വർഗത്തിലെ ദൈവം അഗ്നി തൂണുകൊണ്ട് വേലി കെട്ടി ദൈവം മറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും നമ്മൾ വീട് വിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ്, പല കാര്യത്തിനു വേണ്ടി ജോലി സ്ഥലങ്ങളിൽ പോകുന്നവരാണ്. അവിടെയെല്ലാം ദൈവത്തിന്റെ വചനം പറയുന്നു, അനർത്ഥം തൊടാതെ, അപകടം തൊടാതെ, മരണം തൊടാതെ, തകർച്ചകളൊന്നും നമ്മെ തൊടാതെ വണ്ണം നമുക്ക് ചുറ്റും സ്വർഗത്തിന്റെ ദൈവം അഗ്നി തൂണുകൊണ്ട് വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. 3, നമ്മുടെ ജീവിതത്തിൽ നന്മ തന്നത് സ്വർഗത്തിന്റെ ദൈവമെങ്കിൽ അതിനെ പിശാച് അപകരിച്ചു കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കാതെ വണ്ണം അതിന് ചുറ്റും കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? വേലി കെട്ടി ദൈവം മറച്ചിരിക്കുകയാണ്. പക്ഷേ നോട്ടം നന്മയിലേക്കല്ല, നോട്ടം ഹല്ലേലൂയ ഭവനത്തെ നോക്കിയല്ല, പിശാചിന്റെ നോട്ടം നമുക്ക് വിരോധമായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നീ എന്റെ ഭക്തനായിരിക്കുന്ന ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് പറയുമ്പോ, ഒരുവന്റെ മേൽ ദൃഷ്ടി വെച്ചാൽ അവനുള്ളതെല്ലാം തകർക്കാൻ പിശാച് ആസൂത്രണം ചെയ്യും. അവനിത് വിരോധമായി കൊടുങ്കാറ്റ് വലുതായിട്ട് തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. 10 മക്കളുടെ ഡെഡ് ബോഡികൾ ഭവനത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ദാസീദാസന്മാർ മരണപ്പെട്ടു. ഉണ്ടായിരുന്ന എല്ലാ നന്മകളും ഹല്ലേലൂയ ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന് പോയി. എന്നാൽ ഇയ്യോബ് പറഞ്ഞ ഒരൊറ്റ വാക്ക്, പിശാച് ആഗ്രഹിച്ച തള്ളിപ്പറയുമെന്ന് ദൈവത്തോട് പറഞ്ഞ അതേ വാക്ക് കിട്ടുവാൻ തക്കതായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പിശാച് നിൽക്കുമ്പോൾ ഒരു വാക്കിൽ പോലും ഇയ്യോബ് ദൈവത്തോട് പാപം ചെയ്തില്ല എന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴും ഡെഡ് ബോഡികൾ 10 കൊണ്ടുവയ്ക്കുമ്പോഴും ഇയ്യോബ് പറഞ്ഞ ഒരൊറ്റ കാര്യം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രസംഗിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഹല്ലേലൂയ. ഇതിന്റെ കുറെ പോയിന്റ് നമുക്ക് എഴുതാനും ഭയങ്കര എളുപ്പമാണ്.
പക്ഷേ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ആ മാനസിക സംഘർഷം, ആ മാനസിക ഭാരം, ഹല്ലേലൂയ, ആമേൻ, അനുഭവിപ്പാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അവൻ 10 മക്കളുടെ ഡെഡ് ബോഡി, അവൻ സ്വപ്നം കണ്ട് സ്നേഹിച്ചു വളർത്തിയ 10 മക്കളുടെ ഡെഡ് ബോഡികൾ ഒരു ഭവനത്തിൽ ഒരേ സമയം കൊണ്ടുവെക്കുമ്പോൾ ആ അപ്പന്റെ ഹൃദയം പിടച്ചിൽ എത്രമാത്രം ഉണ്ടെന്ന്, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് യോബിന്റെ ജീവിതത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. അപ്പോഴും അവൻ കൊണ്ടുവെക്കുന്ന ഡെഡ് ബോഡികളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും അവൻ യോബ് പറഞ്ഞ എന്താണെന്ന് അറിയാവോ? ഹല്ലേലൂയ, ഇത്രമാത്രം ദൈവം ദ്രോഹിക്കാൻ ഞാൻ എന്ത് ചെയ്തു കർത്താവേ, ഞാൻ എന്ത് പാപം ചെയ്തു, ആമേൻ, കർത്താവ് പോലും കൈവിട്ടല്ലോ എന്നല്ല യോബ് പറഞ്ഞത്. ആമേൻ, ദൈവം ഈ 10 മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നേക്കാൾ കർത്താവ് സ്നേഹിച്ചതുകൊണ്ട് ആമേൻ ആ 10 മക്കളെയും സ്വർഗത്തിലെ ദൈവം എടുത്തതിനായി ആമേൻ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഏത് കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നേരെ ആഞ്ഞടിക്കുമ്പോഴും ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് ഭക്തിയോടെ നിൽക്കുന്നവർക്കും വിരോധമായിട്ടും കാറ്റുകൾ അടിക്കാം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നത്, ഏത് കാറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ആമേൻ, ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ആമേൻ തന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ വെളിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട്, ആമേൻ, ഒരു കേൾവി മാത്രമേ ആയിരുന്നു ആമേൻ യോബ് ദൈവത്തെ കുറിച്ച് കേട്ടിരുന്നുള്ളൂ. എന്നാൽ ഈ പ്രതികൂലം, ആമേൻ, ഈ പിശാച് കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും യോബ് പറയുന്ന വാക്കിതാണ്, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്റെ ദൈവത്തെ കാണുന്നു, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്റെ കർത്താവിനെ കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ, ജീവിതത്തിൽ ചുഴലിക്കാറ്റാണോ, കൊടുങ്കാറ്റാണോ, നന്മയ്ക്ക് വിരോധമായി വരുന്ന കാറ്റാണോ, നിയോഗത്തിന് വിരോധമായി അടിക്കുന്ന കാറ്റാണോ, അവൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള പിശാചിന്റെ തന്ത്രമാണോ, എന്ത് തന്നെയാണെങ്കിലും, എന്ത് രോഗമാണെങ്കിലും, എന്ത് മാനസിക പിരിമുറുക്കമാണെങ്കിലും, സാമ്പത്തിക ഞെരുക്കമാണെങ്കിലും, ജീവിതത്തിൽ അവൻ നേരെ ആഞ്ഞടിക്കുന്ന പ്രശ്ന സങ്കീർണമായ അനുഭവമാണെങ്കിലും, ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, എന്റെ പടകിനകത്ത്, എന്റെ ജീവിതത്തിനകത്ത്, എന്റെ ഹൃദയത്തിനകത്ത് എന്നിൽ അവന് ക്രിസ്തു ഉള്ളിടത്തോളം കാലം ഇതിനൊന്നിനും എന്നിൽ ജയിപ്പാൻ സാധ്യമല്ല. പൂർണ്ണജയം ക്രിസ്തുവേശുവിനോടുകൂടെ അവൻ എനിക്ക് ലഭിക്കും എന്ന അവന് വലിയ ആമേൻ വിശ്വാസത്തോടും ഉറപ്പോടും കൂടി നമുക്ക് പോകാം. ഈ പകൽ ദൈവം അവൻ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള സഹായങ്ങൾ കർത്താവിൽ നിന്നും ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരും. അവൻ ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരം തന്ന അവൻ ദൈവത്തിന്റെ ദാസനോടും അവൻ എല്ലാ ദൈവമക്കളോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്ന കർത്താവ് എല്ലാവരെയും ധാരാളമായി ഈ പകലിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് നമ്മുടെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ. കർത്താവ് ആ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ ഗദരദേശത്തേക്ക് പോകുന്നത്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ സംഭവിക്കുന്നത് അവരെ നശിപ്പിക്കത്തക്കവണ്ണമുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ് വരികയാണ്. ശിഷ്യന്മാരെ അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തിട്ട് അവർ ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോവുക, നിനക്ക് അതിൻ്റെ അത് വിചാരമില്ലയോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, ഏത് കൊടുങ്കാറ്റുകൾ വന്നാലും ആ ലക്ഷ്യത്തിലേക്ക് തന്നെ അവരെത്തിച്ചേർന്ന് ആ മനുഷ്യന് സൗഖ്യം കൊടുത്തു. നമുക്കറിയാം, പൗലോസിൻ്റെ റോമിലേക്കുള്ള ആ യാത്രയിൽ അതിഭയങ്കരമായ കൊടുങ്കാറ്റൊക്കെ വന്ന് ആ കപ്പലൊക്കെ മുങ്ങുമാറായി അവർ ഭയപ്പെട്ട് ആഹാരമൊക്കെ കഴിക്കാതിരിക്കുകയാണ്. അപ്പം പൗലോസ് പറയാണ്, ഇല്ല, നിങ്ങളുടെ ജീവന് ഒന്നും നാശം വരികയില്ല എന്ന് പറഞ്ഞ്. ഏതെല്ലാം ഈശാനുമൂലം വന്നാലും നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റുകൾ വന്ന് ഇപ്പോൾ എല്ലാം തകർന്നു പോകും എന്നൊക്കെ നമുക്ക് ചിലപ്പം തോന്നിപ്പോകും. നമ്മളെ കാണുന്നവർക്കും ചിലപ്പോൾ അങ്ങനെ തോന്നും, എല്ലാം നശിച്ചു പോകും. പക്ഷേ കർത്താവ് നമ്മുടെ പടകിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടതുപോലെ യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് സംസാരിച്ച ദേവദാസനും അതാണല്ലോ പറഞ്ഞത്, തീമതിൽ കെട്ടിയിരിക്കുകയാണ്. നമുക്ക് ചുറ്റും കർത്താവ് വേലി കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ പടകിലുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. നമ്മൾ ഏതെല്ലാം കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിലൂടെയൊക്കെ കാണുന്നവരൊക്കെ ഇപ്പോഴെല്ലാം തകരുമെന്ന് വിചാരിക്കും, അതുപോലെയൊക്കെ തോന്നും. ആ ശിഷ്യന്മാർ പോലും അതാ വിചാരിച്ചു, ഞങ്ങൾ ഇപ്പം തന്നെ നശിച്ചു പോകുമോ, കർത്താവ് കൂടെ ഉണ്ടെങ്കിലും. ഈ അതിശയങ്ങളൊക്കെ കണ്ട ആളുകളാണ്. എന്നിട്ട് പോലും അവർ ചിന്തിച്ചു, ഞങ്ങളുടെ അന്ത്യം ഈ കടലിലാണ് എന്ന് ചിന്തിച്ചു. പക്ഷേ പ്രിയമുള്ളവർ, കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മളതാണല്ലോ കേട്ടത്, ധൈര്യത്തോടുകൂടെ ശക്തരായിട്ട് നമുക്ക്
മുന്നോട്ട് പോകുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ജീവിതത്തിൽ പലവിധ കൊടുങ്കാറ്റുകളിലൂടെ നമ്മൾ പലരും പോകുന്നുണ്ടെന്നാൽ ആ കൊടുങ്കാറ്റുകളെയൊക്കെ ശാന്തമാക്കുന്നവരായ യേശു നമ്മുടെ പടകിലുണ്ടെങ്കിൽ ആ വിശ്വാസമുള്ളവരായിട്ട്, ധൈര്യമുള്ളവരായി, ശക്തിയുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ഇന്ന് ഈ തിരുവചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസന് വളരെ ശക്തമായിട്ട് അതിൽ സംസാരിച്ചല്ലോ. തൻ്റെ ആ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നതിനൊക്കെ കർത്താവ് സഹായിച്ചല്ലോ. വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതിന് ഈ ദിവസങ്ങളിൽ കുടുംബമായി കർത്താവ് അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.